പകലിരവുകളുടരപ്പ് ഇഹപരമിലും തുണരപ്പ് ഉടലിനുടയോൻ റബ്ബ് റബ്ബോടിനിന്നൊപ്പ്. ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ബിലേറ്റഡ് ഈദ് മുബാറക്. എല്ലാവരുടെയും പെരുന്നാളൊക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു എന്ന് കരുതുന്നു. കുറച്ച് ഡിലേ ആയി പെരുന്നാൾ വ്ളോഗ് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഇതൊരു പെരുന്നാൾ വ്ളോഗ് മാത്രമല്ല, ആ ഒരു പെരുന്നാൾ വീക്കെൻഡ് മൊത്തത്തിൽ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഡെയിലി വ്ളോഗ്സ് കാണാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിങ്. പെരുന്നാളിൻ്റെ തലേ ദിവസമാണ് ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അന്ന് ആദ്യം മാക്സിൽ പോയി, അവിടുന്ന് പറ്റിയതൊന്നും കിട്ടിയില്ല. പിന്നെ രണ്ടാമത് വീണ്ടും വേറൊരു ലുലുവിൽ പോയി. ലാസ്റ്റ് ബുത്തീന ലുലുവിൽ നിന്നാണ് ഞങ്ങളെല്ലാവരും ഡ്രസ്സ് എടുത്തത്. പിന്നെ അത് കഴിഞ്ഞ് മൈലാഞ്ചിക്ക് മേടിച്ച് തിരിച്ച് വീട്ടിൽ വന്ന് കിടന്ന് ഉറങ്ങി. ഇതിപ്പോൾ പിറ്റേ ദിവസം, അതായത് പെരുന്നാളിൻ്റെ അന്ന് രാവിലെ ഒരു 11:30-12 മണി ആ ഒരു ടൈമിലാണ് ഇന്ന് ഫുഡ് കഴിക്കാൻ ഇക്കയുടെ അവിടേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഇക്കാന്ന് പറയുമ്പോൾ എൻ്റെ ബ്രദർ കാക്കു, അവർ അജ്മാനിലാണ്. അപ്പം ഞാൻ മുന്നത്തെ വ്ളോഗിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇന്ന് അവിടെയാണ് ഫുഡ് അടി. അപ്പോൾ ആദ്യം തന്നെ പോയി കുട്ടികളുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, ഉമ്മാക്ക് ഇട്ട് കൊടുത്തു. ഉമ്മാനെ ഒരുപാട് മിസ് ചെയ്തിരുന്നു. പെരുന്നാളിന് കുറേ ആയി ഉമ്മാനായിട്ട് പെരുന്നാൾ കൂടി. അടിപൊളി ഫുഡായിരുന്നു. ഫിഷ് ബിരിയാണിയും പിന്നെ അതുപോലെ തന്നെ രസ്മലായി പുഡിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. അവിടുന്ന് പിന്നെ നേരെ ഫുഡൊക്കെ കഴിച്ച് വന്ന് പിന്നെ 1-2 സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിച്ച് തിരിച്ച് വീട്ടിലെത്തി. കുറേ ക്ലീനിങ് ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ചെയ്തു. രാത്രി പിന്നെ ഇക്കന്ന് ഫ്രണ്ട്സിനായിട്ട് പോയിക്കായിരുന്നു. അപ്പോൾ അത് കാരണം ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു തട്ടിക്കൂട്ട് സ്പെഗാറ്റി ജസ്റ്റ് എഗ്ഗും ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കി. അപ്പോൾ അതായിരുന്നു ഇന്ന് ഡിന്നർ. ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനും സ്പെഗറ്റി ഉണ്ടാക്കാനും സെയിം മെത്തേഡാണ് യൂസ് ആക്കാറ്. ആദ്യം കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് സവാളയും വെളുത്തുള്ളിയും നന്നായി ഒന്ന് വഴറ്റിയെടുക്കും. അതിലേക്ക് എഗ്ഗ് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കും. പിന്നെ വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കും, സോയാ സോസ് ഇട്ട് കൊടുക്കും, പിന്നെ ചില്ലി ഫ്ലേക്സ്, കുരുമുളക് പൊടി, ഉപ്പ്. വേവിച്ച് വെച്ചിട്ടുള്ള റൈസോ അല്ലെങ്കിൽ സ്പെഗറ്റിയോ ഇട്ട് കുറച്ച് കെച്ചപ്പും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്പെഗറ്റി റെഡി. കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടി ഇട്ട് കഴിഞ്ഞാൽ ശരിക്കും ആ ഒരു ഫ്ലേവർ കിട്ടും. അങ്ങനെ പിള്ളേരുടെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് അവർ നേരെ പോയി കിടന്ന് ഉറങ്ങി. അപ്പം ആ ഒരു ടൈമിലാണ് ഞാൻ മൈലാഞ്ചി ഇടുന്നത്. ഇന്ന് ഇഷ്യൂവിന് നേരത്തെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ട് ഏതെങ്കിലുമൊക്കെ ഡിസൈൻ, സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും ഡിസൈന് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഫോൺ ഓഫായിപ്പോയി. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞ് ഞാൻ മൈലാഞ്ചിയൊക്കെ ഇട്ട് അതിന് ശേഷമാണ് ഞാൻ ഫോൺ ഓണാക്കിയിട്ട് വീഡിയോ എടുത്തത്. ഇതിപ്പോൾ പിറ്റേ ദിവസം, അതായത് പെരുന്നാളിൻ്റെ 2ാം പെരുന്നാളിൻ്റെ അന്നാണ്. അപ്പോൾ ഇന്ന് കാര്യമായിട്ട് അങ്ങനെ സ്പെഷ്യൽ ലഞ്ചൊന്നും ഉണ്ടാക്കിയില്ല, സാധാ ചോറും കറിയൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ ഇന്ന് കുട്ടികൾക്ക് സ്പെഷ്യലായിട്ട് കുനാഫ് ഉണ്ടാക്കി കൊടുത്തു. ഇത് ആക്ച്വലി ഞാൻ ഇന്നലെ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചതാണ്. പിന്നെ ഇന്നലെ ഭയങ്കര ടയേർഡായിരുന്നു, അപ്പോൾ അത് കാരണം ഉണ്ടാക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ കുനാഫൊക്കെ ഉണ്ടാക്കി. ഇത് ലാസ്റ്റ് ഷുഗർ സിറപ്പൊക്കെ ഒഴിച്ച് ഇനി അതിൻ്റെ മേലെ കുറച്ച് പിസ്താഷ്യം കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ റെഡിയായി. അപ്പോൾ ഇത് ഞാൻ ചായയിൽക്കാണ് ഉണ്ടാക്കിയത്. എനിക്കിഷ്ടമാണ് പൊതുവെ ഇങ്ങനത്തെ കേക്ക്, അതുപോലെ തന്നെ കുനാഫ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചായയിൽക്ക് കഴിക്കാൻ. ഇതിപ്പോൾ സാധാ ക്രീം ചീസ് കുനാഫയാണ്. നമ്മൾ പാലിൽ കുറച്ച് കോൺഫ്ലവറും പഞ്ചസാരയും ഇട്ടിട്ട് കുറച്ച് വാനില എസൻസും ഇട്ടിട്ട് ചീസും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുത്ത് പിന്നെ കുനാഫയും നെയ്യും കൂടിയിട്ട് അങ്ങനെ സെൻറ്ററിൽ വെച്ച് ഫില്ല് ചെയ്തെടുത്ത് പാനിൽ ആക്കിയതാണ്. കുനാഫ ശരിക്കും മൊസറല്ല ചീസ് വെച്ചിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ ചീസി ആയിട്ട് വലിഞ്ഞിട്ടൊക്കെ കിട്ടും. ഇതിപ്പം കുഴപ്പമില്ല, ടേസ്റ്റൊക്കെ ഏകദേശം സെയിം ആണ്. ഇന്ന് പാതിരാത്രി ആയപ്പം ബർഗർ കഴിക്കാൻ ഭയങ്കര ആഗ്രഹം. അപ്പോൾ ഒന്നും നോക്കിയില്ല, വേഗം 9 മിനിറ്റ്സിൽ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തു. അങ്ങനെ ബർഗർ ഉണ്ടാക്കി. ഇതിപ്പോൾ കുറേ കാലമായിട്ടുണ്ടായിരുന്നു ഒരു ബർഗർ കഴിച്ചിട്ട്. ഞങ്ങളങ്ങനെ പുറത്ത് പോയി അങ്ങനെ ബർഗറൊന്നും കഴിക്കാറില്ല. കൂടുതലും ഇതേപോലെ വല്ലപ്പോഴും ആഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് തന്നെയാണ് ഉണ്ടാക്കി കഴിക്കാറ്. ഞാൻ ആദ്യം അബുദാബിയിലുള്ള ടൈമിൽ, അതായത് ഫാമിലിയായിട്ട് നിന്നിരുന്ന ടൈമിൽ ഞാൻ എപ്പോഴും ബർഗർ കഴിച്ചിരുന്നു. പിന്നെ അത് ഹെൽത്തി അല്ലെന്ന് കണ്ടപ്പോൾ മനഃപൂർവ്വം ഒഴിവാക്കി. ഇത് സൺഡേ മോർണിംഗ് ആണ്. അപ്പോൾ ഞങ്ങളുടെ പെരുന്നാൾ ട്രിപ്പ് ഞങ്ങൾ ഇന്നാണ് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിച്ച് കഴിച്ചു. കാരണം ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ആക്കാനുള്ള ഒരു ടൈമൊന്നും കിട്ടിയില്ല. ഇങ്ങനെയുള്ള വീക്കെൻഡൊക്കെ വരുമ്പോൾ ഞാൻ കുറച്ച് ലേസി ആവാറുണ്ട്. അപ്പോൾ ഞാൻ വല്ലാണ്ട് കുക്ക് ചെയ്യാനൊന്നും നിൽക്കാറില്ല. കൂടുതലും ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനാണ് നോക്കാറ്. എനിക്കിന്നൊരു മസാല ദോശ കഴിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. പക്ഷെ മസാല ദോശ രാവിലെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ഫുഡും കഴിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ആ ഒരു ദിവസം ഉണ്ടാവില്ല. വയറ് വല്ലാതെ വന്നൊരു വീർത്ത പോലെ ഉണ്ടാവും. അപ്പോൾ അത് കാരണം അത് ഒഴിവാക്കി. പിന്നെ മൈലാഞ്ചി ചോന്നു എന്നുള്ളത് നോക്കൽ അതൊരു ഫറലായ കാര്യമാണല്ലോ. എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ വ്ളോഗിലുള്ള സ്ഥിരം ലൊക്കേഷനിലേക്ക് തന്നെയാണ് ഇന്നും പോകുന്നത്. ഞങ്ങൾക്ക് ഇവിടുന്ന് അടുത്തായതുകൊണ്ടും പിന്നെ ആ ഒരു മലനിരകളൊക്കെ കാണാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കാരണവും ഇന്ന് സെയിം ഗോർഫഖാനിലേക്ക് തന്നെയാണ് പോകുന്നത്. പിന്നെ ഇന്ന് വേറൊരു ഉദ്ദേശം കൂടിയുണ്ട്, അത് നമുക്ക് വഴിയെ കാണാം.
അങ്ങനെ എങ്ങനെയൊക്കെയോ കറങ്ങി തിരിഞ്ഞ് ഞങ്ങൾ മസാഫി ഏരിയയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറേ നഴ്സറീസ് ഉണ്ട്. മസാഫി പൊതുവേ നല്ലൊരു കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണ്. ഇവിടെ കുറേ നഴ്സറീസും പിന്നെ അതുപോലെ വെള്ളത്തിൻ്റെ മസാഫി വെള്ളത്തിൻ്റെ ആ ഒരു കമ്പനിയും ഒക്കെ ഉണ്ട്. പിന്നെ അവിടെ ഞങ്ങൾ വീണ്ടും റൂട്ട് മാറ്റി ഗോർഫഖാനിലേക്ക് തന്നെ എത്തി. അങ്ങനെ ആ ടണലെത്താനായപ്പോൾ ചെറുതായിട്ട് മഴ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. അപ്പോൾ UAE വെതർമാൻ്റെ കൂടെ റെയിൻ ചേസിങ്ങിന് ഇറങ്ങിയതാണ്. അപ്പോൾ ആള് ഇതേപോലെ ലൈവ് ലൊക്കേഷൻ ഇടും. അപ്പം നമ്മൾ അതിനനുസരിച്ച് അവരുടെ കൂടെ യാത്ര ചെയ്താൽ മതി. കറക്റ്റ് ആ ഒരു ഷീസ് പാർക്ക് ഏരിയ ഒക്കെ എത്താനായപ്പോൾ മഴ നല്ല ശക്തമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല എന്ന് കണ്ടപ്പോൾ ഷീസ് പാർക്കിൻ്റെ ആ ഒരു സൈഡിലായിട്ട് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തു. ഈ ഒരു സെയിം ലൊക്കേഷനിൽ കഴിഞ്ഞ 2 ദിവസമായിട്ട് മഴ ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ഫോട്ടോസും സ്റ്റാറ്റസൊക്കെ കണ്ടപ്പോൾ ഇക്കാനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് മഴ കാണാൻ പോവാമെന്ന്. അങ്ങനെ ആ ഒരു പറച്ചിലിൻ്റെ പുറത്ത് ഇറങ്ങി തിരിച്ചതാണ്. ഞാനാണെങ്കിലും ഇക്കാണെങ്കിലും ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളിലൊക്കെ ഏകദേശം സെയിം ഇൻട്രസ്റ്റ് ആണ്. ഇപ്പോൾ ട്രാവൽ ചെയ്യാനാണെങ്കിലും മഴ കാണാനാണെന്നുണ്ടെങ്കിലും ഇങ്ങനത്തെ നാച്ചുറലായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് പോകാനാണെന്നുണ്ടെങ്കിലും ഒക്കെ ഞങ്ങളുടെ ഓൾമോസ്റ്റ് ഒരുവിധപ്പെട്ട ഇൻട്രസ്റ്റുകളൊക്കെ ഏകദേശം സെയിം ആണ്. അപ്പോൾ അത് കാരണം അങ്ങനെ ക്ലാഷസ് ഉണ്ടാവാറില്ല. ഏകദേശം ഒരു 1/2 മണിക്കൂറോളം നല്ല വെള്ളമുള്ള മഴയായിരുന്നു. നമ്മൾ നാട്ടിലൊക്കെ മഴ പെയ്യില്ലേ, അതുപോലെ നല്ല കുത്തി ഒലിക്കുന്ന ടൈപ്പ് മഴയായിരുന്നു. ഞങ്ങൾ എല്ലാവരും ഒരേപോലെ പുറത്തിറങ്ങി അതൊക്കെ ഫുൾ എൻജോയ് ചെയ്തു. ഞാൻ എപ്പോൾ പുറത്തിറങ്ങുമ്പോഴും കുട്ടികൾക്ക് സ്പെയർ ഡ്രസ്സ് വെക്കാറുണ്ട്. കാരണം ഏത് രീതിയിലുള്ള സാഹചര്യങ്ങളാണ് നമുക്ക് ഉണ്ടാവുക എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം ഇപ്പോൾ ഇന്ന് അവർക്ക് അടിപൊളിയായിട്ട് അത് ആ മഴ എൻജോയ് ചെയ്യാൻ പറ്റി. ഡ്രസ്സ് നനയാണെങ്കിൽ നനയട്ടെ എന്ന് വിചാരിച്ചു. നനയണടാ മൊത്തം. കുട്ടികൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അവർക്ക് ഇങ്ങനെ നാട്ടിലെ പോലെ എപ്പോഴും മഴയൊന്നും കാണാനോ ആസ്വദിക്കാനൊന്നും പറ്റാറില്ലല്ലോ. അപ്പോൾ കിട്ടണ അവസരം മാക്സിമം മുതലാക്കും. വീഴണ്ടാട്ടാ. അകന്നാണയുണ്ട്. വണ്ടി വരും ചിലപ്പോ പാർക്ക് ചെയ്യാന്. അതിന്റെ അപ്പുറത്തേക്ക് പോകണ്ട. അവരെ മെത്ത് വെള്ളാക്കല്ല അവിടെ നിന്ന് ചാടിയിട്ട്. കുറച്ച് നേരം തന്നെ മഴ ഉണ്ടായിരുന്നുള്ളൂ. ഒരു 1/4 മണിക്കൂറൊക്കെ കഴിഞ്ഞേക്കന്നെ അത്യാവശ്യം നല്ല വെയിൽ വന്നു തുടങ്ങി. ഇവിടെ പിന്നെ ആ ഒരു ഉച്ച നേരത്ത് വെയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മഴ പെയ്ത ഒരു എഫക്റ്റ് പോലും ഉണ്ടാവില്ല. അത്രക്ക് എന്താ പറയുക, അത്രക്ക് ചൂടിലാണ് വെയിൽ വരിക. അവിടെ ഇങ്ങനെ ചെറുതായിട്ടൊരു ഒഴുക്ക് കണ്ടപ്പോൾ ഇക്ക ഞങ്ങൾക്ക് വഞ്ചിയൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും ഇഷും കൂടിയിട്ട് 2 വഞ്ചിയൊക്കെ വിട്ട് കളിച്ചു കുറച്ചു നേരം. അങ്ങനെ കുറച്ചു നേരം മഴയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മുറുക്ക് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. ഇഷുവിൻ്റെ ഡ്രസ്സ് കാറിൻ്റെ ഫ്രണ്ടിൽ ഉണക്കാട്ടൊക്കെയാണ് ഈ കാണുന്നത്. ഇനിയിപ്പോൾ നമ്മളുടെ അടുത്ത പരിപാടി പോയി ഫുഡ് കഴിക്കണം. അത് കഴിഞ്ഞിട്ട് വെയിലൊക്കെ നാറിയതിന് ശേഷം അംബർല ബീച്ചിൽ പോകാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ തലശ്ശേരി കലവറയിൽ പോയിട്ട് നല്ലൊരു ചിക്കൻ ബിരിയാണിയൊക്കെ കഴിച്ചു. നല്ല ഭംഗിയുണ്ടായിരുന്നു അവിടുത്തെ ആംബിയൻസ്. പക്ഷെ ഭയങ്കര ബിസി ആയ കാരണം എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നേരെ അംബർല ബീച്ചിലേക്ക് വന്നു. ഇന്ന് ക്ലൈമറ്റ് മോശമായത് കാരണമാണോ എന്ന് അറിയില്ല, ഇവിടെ ഇറങ്ങാനുള്ള ഒരു ഫെസിലിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതൊരു വലിയ ബീച്ച് എന്ന് പറയാനില്ല, ഒരു ചെറിയ ബീച്ചാണ്. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. നല്ലൊരു ഇൻസ്റ്റാഗ്രാമബിൾ ലൊക്കേഷനാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫോട്ടോസൊക്കെ എടുക്കാനും അതുപോലെ തന്നെ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫാമിലിയൊക്കെ ഒത്ത് വന്നിരിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. അവിടുന്ന് പിന്നെ വീട്ടിലെത്തുമ്പോൾ ഏകദേശം ഒരു 6:30 മണിയൊക്കെ ആയി. അങ്ങനെ വേഗം ഞാൻ കട്ട്ലറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ചിക്കൻ കട്ട്ലറ്റും
ചായ ഒക്കെ കുടിച്ചു. ചില സമയത്ത് ഞാൻ എത്ര ടയേർഡാണെന്നുണ്ടെങ്കിലും ഒരു ആവേശത്തിന്റെ പുറത്തും ഒരാഗ്രഹത്തിന്റെ പുറത്തും പലതും ഞാൻ അങ്ങനെ പിന്നെ ഇന്ന് രാത്രി ഞാൻ കൂന്തൽ റോസ്റ്റ് ഒക്കെ ഉണ്ടാക്കി. അപ്പോൾ കൂന്തൽ റോസ്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്തത് മോനാണ്. എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും അവർ നമ്മളുടെ കൂടെ കട്ടൊക്കെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ഇൻട്രസ്റ്റ് ആയിരിക്കും എല്ലാം ചെയ്യാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ കാണാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ.